വയനാട് നൂൽപ്പുഴ പങ്കളം വനഗ്രാമത്തിലെ പുനരധിവാസത്തിൽ കാടിനു പുറത്ത് വാടകയ്ക്ക് താമസിച്ച കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ല. വിദ്യാർത്ഥികളുടെ പഠനവും ജോലി ആവശ്യാർത്ഥവും പുറത്ത് താമസമാക്കിയ കുടുംബങ്ങളാണ് പണം ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ വനഗ്രാമത്തിൽ താമസം ആക്കുമെന്ന് കുടുംബങ്ങൾ വ്യക്തമാക്കി. റീബിൽഡ് കേരള പദ്ധതി പ്രകാരമാണ് പങ്കളം വനഗ്രാമത്തിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചത്. എന്നാൽ പദ്ധതി പ്രകാരം ഗ്രാമത്തിലെ 5 കുടുംബങ്ങൾക്ക് മാത്രമാണ് പൂർണ്ണമായും നഷ്ടപരിഹാര തുക ലഭിച്ചുള്ളൂ. ഗ്രാമത്തിൽ പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് താമസമുണ്ടായിരുന്ന കുടുംബങ്ങളാണിവർ. എന്നാൽ ഇവിടെ കൃഷിഭൂമിയും വീടുമുള്ള 8 കുടുംബങ്ങൾ കുട്ടികളുടെ പഠനവും ജോലി ആവശ്യാർത്ഥവും കാടിന് പുറത്ത് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് കുടുംബങ്ങൾ ഇവിടെ ഇല്ലെന്ന കാരണത്താൽ ഇവർക്കുള്ള നഷ്ടപരിഹാര തുക നൽകൽ 2ാം ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ആദ്യഘട്ട പുനരധിവാസം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും പുറത്താക്കപ്പെട്ട 8 കുടുംബങ്ങൾക്ക് ഇതുവരെ നഷ്ടപരിഹാര തുക നൽകിയിട്ടില്ല. 1ാം ഘട്ടവും കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷത്തോളം കഴിഞ്ഞു. എന്നിട്ടും 2ാം ഘട്ടത്തിന് ഇതുവരെ ഒരു നടപടി ആരും ചെയ്തിട്ടില്ല, വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പുറത്തേക്ക് പോയവരെ ഒരു വിവരം അറിയിക്കാതെ തന്നെയാണ് കുറച്ചൊക്കെ ചെയ്തത്. അറിഞ്ഞു വരുമ്പോഴേക്ക് അവർക്ക് 1ാം ഘട്ടക്കാർക്ക് പൈസ പാസ്സായും പെട്ടെന്ന് ഷെഡേന്നൊക്കെ കൊടുത്തു തീരുകയും അവർ വേഗം പോവുകയും മറ്റുള്ളവർ ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്തു. ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ പൂർണ്ണമായും കാടിന് പുറത്തേക്ക് താമസം മാറിയതോടെ ഇവിടെ ഭൂമിയുള്ള കർഷകരുടെ കാർഷിക വിളകൾ വന്യജീവികൾ നശിപ്പിക്കുന്നതും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം തങ്ങളെയും പരിഗണിച്ച് നഷ്ടപരിഹാര തുക നൽകിയില്ലെങ്കിൽ വീണ്ടും ഗ്രാമത്തിൽ തന്നെ താമസമാക്കുമെന്ന മുന്നറിയിപ്പാണ് കുടുംബങ്ങൾ നൽകുന്നത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.